Good morning to all. Page number 20. Bonus shares. ബോണസ് ഷെയർസിൻ്റെ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റിലെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബോണസ് ഷെയർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി അഡീഷണൽ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. സോ സബ്സിഡറി കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാവും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റിലെ ബോണസ് ഷെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണോ അതോ റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ എന്താണ്? പ്രീ അക്വിസിഷൻ പീരീഡിലെ പ്രോഫിറ്റിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് ബോണസ് ഷെയർ. ഇനി റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലെ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ബോണസ് ഷെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ്, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ഈ പറയുന്ന ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ രണ്ട് എഫക്റ്റാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പീരീഡിലെ പ്രോഫിറ്റിൽ നിന്നും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് കുറയും. ക്യാപിറ്റൽ പ്രോഫിറ്റ് കുറയുമ്പോൾ എന്താണ്? ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടുന്ന ആ പറയുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പ്രപ്പോർഷനും എന്താണ്? കുറയും. രണ്ടാമതുണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡീഷണൽ ആയിട്ട് ഹോൾഡിംഗ് കമ്പനിക്കും ഷെയർ കിട്ടും. അതായത് സബ്സിഡറി കമ്പനിയുടെ നിലവിലുള്ള ഷെയർ ഹോൾഡർ ആണ് ഹോൾഡിംഗ് കമ്പനി. അതുകൊണ്ട് തന്നെ സബ്സിഡറി കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ച് അവർക്കും ബോണസ് ഷെയർ കിട്ടും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യും, അവരുടെ പെയ്ഡ് അപ്പ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ ഈ തരത്തിൽ രണ്ട് എഫക്റ്റാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുന്നത്. സോ അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും. ക്യാപിറ്റൽ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് കുറയും. ക്യാപിറ്റൽ പ്രോഫിറ്റ് കുറയുമ്പോഴെന്താണ്? ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടുന്ന ഷെയറും അവിടെ കുറയും. ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് അവരുടെ പെയ്ഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് എന്താ? അഡീഷണൽ ആയിട്ട് ഷെയർ അവർക്ക് കിട്ടും. സോ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എ ലിമിറ്റഡ് അക്വയർഡ് 8,000 ഷെയർസ് ഓഫ് ₹100 each in B Limited on 13th September 2018. 2018 സെപ്റ്റംബർ 30 ഡേറ്റ് ഓർത്തോണം, എന്നാണ് അക്വയർ ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്തോണം. 13th September 2018 എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 8,000 ഷെയർ, ഒരു ഷെയറിന് ₹100 എന്ന രീതിയിൽ എന്താണ് അക്വയർ ചെയ്തു. സോ എത്ര ഷെയർ അക്വയർ ചെയ്തു എന്നുള്ളത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡേറ്റും നിങ്ങൾ നോട്ട് ചെയ്തോണം. Then balance taken from the books of two companies as on 31st March 2019 were as follows. ഈ രണ്ട് കമ്പനിയുടെയും, അതായത് എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും 31st March 2019 ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും തന്നിട്ടുണ്ട്. നോർമലി എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ലയബിലിറ്റീസും ഡെബിറ്റ് ബാലൻസ് ആയിട്ട് അസറ്റ്സും ആണ് കാണിച്ചിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, സർപ്ലസ് അക്കൗണ്ട് ഉണ്ട്. ലോൺ ഫ്രം ബി ലിമിറ്റഡ്. എന്താണ്? ബി ലിമിറ്റഡിൻ്റെ ലോൺ ഫ്രം ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് എ ലിമിറ്റഡിൻ്റെ ലൈബിലിറ്റി ആയിട്ട് 21,000 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ബി ലിമിറ്റഡിൽ നിന്നും എ ലിമിറ്റഡ് ലോൺ എടുത്തിട്ടുണ്ട്. എത്ര രൂപയുടെ ലോണാണ്? 21,000-ൻ്റെ. അതേസമയം നോക്കിക്കേ, ലോൺ ടു എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ബി ലിമിറ്റഡിൻ്റെ അസറ്റ് സൈഡിൽ 20,000 കാണിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം എന്താണ്?
എ ലിമിറ്റഡിന് ബി ലിമിറ്റഡ് 20,000 രൂപയുടെ ലോൺ കൊടുത്തു. അപ്പം എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് 20,000 രൂപയുടെ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് 20,000 രൂപയുടെ ലോൺ കൊടുത്തു. അങ്ങനെയല്ലേ വരുന്നത്. ഇനി അസറ്റായിട്ട് 20,000 രൂപ കാണിക്കുന്നുണ്ട്. അതേസമയം എന്താണ് ലോൺ ഫ്രം ബി ലിമിറ്റഡിൽ നിന്നും 21,000 രൂപയുടെ ലോണ് ഇവർക്ക് ലയബിലിറ്റി ഉണ്ട്. അതായത് ബി ലിമിറ്റഡിൽ നിന്നും എ ലിമിറ്റഡ് ലോൺ എടുത്തതാണ് കാണിച്ചിരിക്കുന്നത്. സോ അത് മനസ്സിലായെന്ന് കരുതുന്നു. ഇതെന്താണ് മ്യൂച്വൽ ഓവിങ്സ് ആണ്. ഒരു 1,000 ഇവിടെ എക്സസ് എമൗണ്ട് വന്നിട്ടുണ്ട്. അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അഡീഷണൽ ഇൻഫോർമേഷനിൽ പറയുന്നുണ്ട്. സോ അത് നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാം. ഇതെന്ന് പറയുന്നത് മ്യൂച്വൽ ഓവിങ്സ് ആണ് ലോൺ കാണിച്ചിരിക്കുന്നത്. ലോണിൻ്റെ എമൗണ്ട് അത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മ്യൂച്വൽ ഓവിങ്സ് അല്ലെങ്കിൽ ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻ, കോമൺ ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് എലിമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബിൽസ് പേയബിളിനകത്ത് നോക്കിക്കേ, ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ബി ലിമിറ്റഡിന് 17,000 ഉണ്ട്. ഈ 17,000-ൽ 5,000 എന്ന് പറഞ്ഞാൽ എന്താണ്, എ ലിമിറ്റഡിൽ നിന്നുള്ളതാണ്. അതേസമയം നോക്കി ബിൽസ് റിസീവബിളിനകത്ത് 5,000 ഫ്രം ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് എ ലിമിറ്റഡിൽ 12,000 ഉണ്ട്. 12,000-ൽ 5,000 ഫ്രം ബി ലിമിറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതും എന്താണ്, മ്യൂച്വൽ ഓവിങ്സ് ആണ്. മ്യൂച്വൽ ഓവിങ്സ് എലിമിനേറ്റ് ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ മ്യൂച്വൽ ഓവിങ്സിലേക്ക് വരുമ്പം ഇത്രയും കാര്യങ്ങളാണ് മ്യൂച്വൽ ഓവിങ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടീജന്റ് ലയബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഓൺ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ദെയർ ഈസ് എ കണ്ടീജന്റ് ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ് കണ്ടീജന്റ് ലയബിലിറ്റി ഒരു 6,000 കൊടുത്തിട്ടുണ്ട് എ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ. കണ്ടീജന്റ് ലയബിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കാണിക്കണമെന്ന് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നും നമ്മൾ പഠിച്ചതാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. കണ്ടീജന്റ് ലയബിലിറ്റി എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് തിയറി പറഞ്ഞ ഭാഗത്തേക്ക് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് എന്താണ്, ഹോൾഡിംഗ് കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ അതെന്താണ്, ബിൽ ഡിസ്കൗണ്ട്, കണ്ടീജന്റ് ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് നോട്ടായിട്ട് കാണിച്ചാൽ മതി. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷനിലേക്ക് പോകാം. ബി ലിമിറ്റഡ് മെയ്ഡ് എ ബോണസ് ഇഷ്യൂ 31 മാർച്ച് 2019. ബോണസ് ഷെയർ 31 മാർച്ച് 2019 ബോണസ് ഷെയർ ബി ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തു. ഷെയർ ഓഫ് ഫോർ എവറി 2 ഷെയർ ഹെൽഡ് reducing the capital reserve equivalently, but accounting effect to this has not been given in the above balance sheet. So capital പ്രോഫിറ്റിൽ നിന്നാണ് കുറച്ചിരിക്കുന്നത്. ഒരു ഷെയർ, 2 ഷെയർ ഹെൽഡ് ചെയ്യുന്നവർക്ക് 1 ഷെയർ, 2 ഷെയറിന് പകരം 1 ഷെയർ എന്ന രീതിയിൽ 31 മാർച്ച് 2019 ഈ പറയുന്ന ബി ലിമിറ്റഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ബോണസ് ഷെയർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ദെൻ അടുത്തത് സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫോർ ദി ഇയർ ₹1,000 in respect of the loan due by A Limited to B Limited has not been credited in the book of B Limited. അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പം ലോണിൻ്റെ കേസിൽ 21,000 രൂപ എ ലിമിറ്റഡിനെ സംബന്ധിച്ച് ലയബിലിറ്റി ഉണ്ട്. അതേസമയം അസറ്റായിട്ട് ഇവിടെ 20,000 രൂപയേ ഉള്ളൂ അല്ലേ. 20,000 രൂപയുടെ ലോണാണ് ബി ലിമിറ്റഡ് കൊടുത്തത്. ബട്ട് എ ലിമിറ്റഡിന് ലയബിലിറ്റി ആയിട്ട് 21,000 രൂപയുണ്ട്. ഒരു 1,000 എക്സസ് വന്നിട്ടുണ്ട്. അതെന്താണ്, ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തതാണ്. എ ലിമിറ്റ് നമുക്ക് നോർമലി നമ്മൾ ലോൺ എടുക്കുമ്പോൾ ലോണിന് പലിശ കൊടുക്കണം അല്ലേ. ആ പലിശയാണ് 1000 രൂപ കാണിച്ചിരിക്കുന്നത്. അത് ബി ലിമിറ്റഡിൻ്റെ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ആ 1000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, അത് ബി ലിമിറ്റഡിൻ്റെ സർപ്ലസ് അക്കൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി ബാക്കി എന്താണ്, 20,000 ആ ഒരു എക്സസ് 1,000 മാറ്റിക്കഴിഞ്ഞാൽ 20,000 അത് രണ്ടും എന്താണ്, ക്യാൻസലായി പോകും. കാരണം മ്യൂച്വൽ ഓവിങ്സ് ആണ്. ഇനി എന്താണ് അടുത്തത് പറയുന്നത്, ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ സർപ്ലസ് അക്കൗണ്ട് ഓഫ് ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിൻ്റെ സർപ്ലസ് അക്കൗണ്ടിൽ 1/4/2018 21,000 ഉണ്ടായിരുന്നു. അതെന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷനാണ് നമുക്കറിയാം. ദെൻ ഡയറക്ടേഴ്സ് ഡിസൈഡഡ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ that the fixed asset of B Limited were overvalued and should be written down by 15,000. Consequently, adjustment on the depreciation is to be ignored. ഇവിടെ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഷെയർ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ ഷെയർ അക്വയർ ചെയ്യുന്ന സമയത്ത് ആ ബി ലിമിറ്റഡിൻ്റെ ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്തു,
റീവാല്യൂ ചെയ്തു. ഡിപ്രിസിയേഷൻ ഒന്നും അവിടെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റീവാലുവേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നത് ബോണസ് ഷെയറിൻ്റെ ഈ ഒരു ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. ദെൻ കണ്ടീജന്റ് ലയബിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ അഡീഷണൽ ആയിട്ട് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം, അതിനുശേഷം നോട്ട് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ലാസ്റ്റ് ആണ് കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റിനുള്ളൊരു സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ ബാക്കിലേക്ക് വർക്കിംഗ് നോട്ടും നോട്ട് ടു അക്കൗണ്ടും ചെയ്തിട്ട് ലാസ്റ്റ് ഈ എമൗണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബട്ട് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളുക. അപ്പം കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ അക്കൗണ്ട് ആയിട്ടൊന്നുമല്ല വർക്കിംഗ് നോട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ആ വർക്കിംഗ് നോട്ടിൻ്റെ നമ്പർ എത്രയാണോ അത് ഇന്നർ കോളത്തിൽ കാണിക്കുക. ദെൻ അതുപോലെ തന്നെ സർപ്ലസ് അക്കൗണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അക്കൗണ്ട് ABC എന്നാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അത് ഏത് അക്കൗണ്ട് ആണെന്നും നോട്ട് നമ്പറിൽ കാണിച്ചിരിക്കണം. ഇതൊക്കെ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് നേരെ വർക്കിംഗ് നോട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. വർക്കിംഗ് നോട്ടിലേക്ക് പോകാം. അപ്പോൾ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമ്മൾ അതിനൊരു സ്പേസ് ഇട്ടിട്ട് അതിനുശേഷം വർക്കിംഗ് നോട്ടിന് സ്പേസ് ഇട്ടിട്ട് നോട്ട് ടു അക്കൗണ്ടിന് സ്പേസ് ഏകദേശം നമ്മളൊരു മനസ്സിൽ കരുതി അതിട്ടിട്ട് വർക്കിംഗ് നോട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റാണ്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്തതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ടിൽ കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് നിൽക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ദെൻ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ആസ് യൂഷ്വൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആദ്യത്തെ കോളം, രണ്ടാമത്തെ കോളം റവന്യൂ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് ഫസ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എന്താണ് ഒരു 1000 രൂപ നമ്മൾ ബി ലിമിറ്റഡ് അവരുടെ സർപ്ലസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുമ്പം എന്താണ് ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കണം. നമ്മൾ ആദ്യം ചെയ്യുമ്പോഴെന്താണ് ക്യാപിറ്റൽ റിസർവ്, ബി ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ ബോണസ് ഷെയറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യമേ പറയുന്നത്. ബി ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ റിസർവിൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. നോക്കിക്കേ, ബി ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഓക്കെ, ബി ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ റിസർവിൽ മൊത്തം 5,50,000 രൂപയാണ് ഉള്ളത്. ഈ ക്യാപിറ്റൽ റിസർവിൽ നിന്നാണ് നമ്മളോട് പറയുന്നുണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. സോ 5,50,000 രൂപ ക്യാപിറ്റൽ റിസർവിലുണ്ട്. സോ നമ്മളത് കാണിച്ചു. ഇനി ബോണസ് ഷെയർ എന്ന് പറയുന്നത് 2 ഷെയർ ഹെൽഡ് ചെയ്യുന്നതിന് പകരം 1 ഷെയർ, 2 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ അല്ലെങ്കിൽ 2 ഷെയറിന് പകരം 1 ഷെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ബോണസ് ഷെയർ ബി ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്നത്. സോ മൊത്തം എത്രയുണ്ട് ബി ലിമിറ്റഡിൽ എത്ര ഷെയർസ് ഉണ്ടെന്ന് നോക്കണം. ബി ലിമിറ്റഡിൽ മൊത്തം എത്രയാ 10,000 ഷെയർ ആണ് ഉള്ളത്. 100 രൂപയുടെ 10,000 ഷെയർ ആണുള്ളത്. മൊത്തം 10 ലക്ഷം അല്ലേ. അപ്പം 100 രൂപയുടെ 10,000 ഷെയർ എന്ന് പറയുമ്പം 10,000 ഷെയർ, 2 ഷെയറിന് പകരം 1 ഷെയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്താണ് 2 ഷെയറിന് പകരം 1 ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ നേർപകുതി, 10,000 ഷെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ നേർപകുതി 5,000, ഇല്ലെങ്കിൽ 10,000 × 1/2, 2 ഷെയർ അതിന് പകരം 1 ഷെയർ. അപ്പം 2 ഷെയറിന് പകരം 1 ഷെയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം 3 ഷെയറിന് പകരം 1 ഷെയർ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മൊത്തം 10,000 ഷെയർ, 2 ഷെയറിന് പകരം 1 ഷെയർ, അപ്പം 1/2. അപ്പം എത്രയാണ് 5,000. 100 രൂപയുടെ ഷെയർ ആണ്. മൊത്തം എത്രയാണ് അപ്പം ബോണസ് ഷെയറിന് വേണ്ടി ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നത് 5 ലക്ഷം രൂപ. സോ 5,50,000 നിന്നും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തത് കുറയ്ക്കുന്നു. ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കൊടുക്കുന്നത്. ആ ബോണസ് ഷെയർ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നെടുത്ത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു ഫണ്ട് തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് 50,000 രൂപ ഇനി ജനറൽ റിസർവിൽ ബാക്കിയുള്ളൂ. ക്യാപിറ്റൽ റിസർവിൽ 50,000 രൂപയെ എന്താണ് ബാലൻസ് ഉള്ളൂ. ഇനി നോക്കുക, ജനറൽ റിസർവിൻ്റെ കാര്യം പറയുന്നുണ്ടോ നോക്കാം.
ജനറൽ റിസർവിൽ 50,000 രൂപ കാണിച്ചിട്ടുണ്ട്. സോ ജനറൽ റിസർവിലെ 50,000 കൂടി ആഡ് ചെയ്തു. മൊത്തം എത്രയാണ്? റിസർവിൽ 1,00,000 രൂപയുണ്ട്. ഇനി സർപ്ലസ് അക്കൗണ്ടിൻ്റെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ 31 മാർച്ച് 2019 ബാലൻസ് ഷീറ്റിലെ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 1,80,000 രൂപയാണ്. ഇതിൽ 21,000 രൂപ 21,000 എന്ന് പറയുന്നത് 1/4/2018 ഉണ്ടായിരുന്നതാണ് അല്ലേ? അതെന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷനാണ്, പ്രീ അക്വിസിഷൻ പീരീഡിലാണ്. ആ 21,000 നമ്മൾ എന്താണ് എഴുതി. അതിനുശേഷം എന്താണ്? 80,000 കാണിച്ചിട്ടുണ്ട്. അതേതാണ് 80,000 എന്ന് പറയുന്നത്? 1,80,000 രൂപ എന്ന് പറയുന്നത് 31 മാർച്ച് 2019 പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ 2018-19 പ്രോഫിറ്റാണ് ഈ പറയുന്ന 1,80,000 എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്താണ്? ഇൻട്രസ്റ്റ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് 1000 രൂപയുണ്ട്. ആ 1000 രൂപയും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എത്രയായി? 1,80,000. ഈ 1,80,000 എന്ന് പറയുന്നതാണ് 2018-19 പ്രോഫിറ്റ്. എന്നാണ് ഷെയർ അക്വയർ ചെയ്യുന്നത്? 13 സെപ്റ്റംബറിലാണ് ഷെയർ അക്വയർ ചെയ്യുന്നത്. അപ്പം ആ ഒരു 2018-19 6 മാസം എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പീരീഡാണ്. നമ്മൾ ഈ മോഡൽ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി എടുത്തു പറയുന്നു. 1,80,000 ആ ഒരു പ്രോഫിറ്റ് ആ ഒരു വർഷത്തെയാണ്. ആദ്യത്തെ 6 മാസം പ്രീ അക്വിസിഷൻ പീരീഡാണ്. സോ ഇതിൻ്റെ പകുതി 1,80,000 രൂപ ആ വർഷത്തെ പ്രോഫിറ്റ്. അതിൽ നിന്നും 21,000 എന്ന് പറയുന്നത് എന്താണ്? 1/4/2018 അപ്പോൾ ഈ 1,80,000 നിന്നും 21,000 കുറച്ച് കഴിയുമ്പം 80,000 ആ വർഷം ഏൺ ചെയ്ത പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെറിയൊരു കൺഫ്യൂസിങ് വന്നു. 1,80,000 എന്ന് പറയുന്നത് 31 മാർച്ച് 2019 പ്രോഫിറ്റാണ്. ഇതിൽ 21,000 എന്ന് പറയുന്നത് 1/4/2018 അത് നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു. സോ അത് കുറച്ചു. ബാക്കി ഇനി 80,000 ഉള്ളത്. ഈ 80,000 എന്തെന്ന് പറയുന്നത് ആ വർഷത്തെ പ്രോഫിറ്റ്, 2018-19 മാത്രം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80,000. ഈ 80,000 പകുതി എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പീരീഡാണ്. കാരണം 13 സെപ്റ്റംബറിലാണ് അക്വിസിഷൻ നടക്കുന്നത്. അപ്പം ആ 13 സെപ്റ്റംബർ വരെയുള്ള 6 മാസം എന്ന് പറയുന്നത് എന്താണ്? പ്രീ അക്വിസിഷൻ പീരീഡാണ്. സോ എന്താണ്? 1,80,000 മൈനസ് 21,000 എന്ന് പറയുമ്പോൾ 1,16,000 ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. 1,16,000 ആണ് വരുന്നത്. ഡിഫറൻസ് 1,81,000 മൈനസ് 21,000 എന്ന് പറയുമ്പോൾ 1,60,000 രൂപയാണ് ഡിഫറൻസ് വരുന്നത്. അതാണ് ആ വർഷത്തെ പ്രോഫിറ്റ്. ഇതിൻ്റെ പകുതി 6 മാസത്തെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്കും ബാക്കി പകുതി എന്താണ്? റവന്യൂ പ്രോഫിറ്റിലേക്കും എടുക്കുന്നു. പ്രീ അക്വിസിഷൻ പീരീഡിലെ ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്കും റവന്യൂ പ്രോഫിറ്റിലെ 80,000 രൂപ മീൻസ് പോസ്റ്റ് അക്വിസിഷനിലെ 80,000 റവന്യൂ പ്രോഫിറ്റിലേക്കും എടുക്കുന്നു. കൺഫ്യൂഷൻ ആകരുതേ, പറഞ്ഞത് ജസ്റ്റ് ഞാനൊന്ന് ശ്രദ്ധിക്കാതെ പറഞ്ഞതാണ്. നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സ്ട്രാ ഒരു കാര്യവും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അത് ലാസ്റ്റ് സർപ്ലസ് അക്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. റവന്യൂ എച്ച് ലിമിറ്റഡിൻ്റെ സർപ്ലസ് അക്കൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്? നമ്മൾ ആദ്യമേ അത് ആഡ് ചെയ്തു. ഇവിടെ ഈ ബോണസ് ഷെയറിൻ്റെ പോർഷൻ മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ദെൻ ഇനി ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ട് ചെയ്യുമ്പം അവിടെയും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കോസ്റ്റ് ഓഫ് കൺട്രോൾ, അതായത് 8,000 ഷെയറാണ് അക്വയർ ചെയ്യുന്നത്. 8,000 ഷെയർ അക്വയർ ചെയ്യുന്നു. 17 ലക്ഷം രൂപയ്ക്കാണ് അക്വയർ ചെയ്യുന്നത്. ശരിക്കും 8,000 ഷെയർ 100 രൂപ എന്ന രീതിയിൽ എത്രയാണ് വരേണ്ടത്? 8 ലക്ഷം രൂപ പേ ചെയ്താൽ മതി. ഇനി എന്താണ് അഡീഷണൽ ആയിട്ട്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യുന്നതാണ്. അഡീഷണൽ ആയിട്ട് എന്താണ്? 4,000 രൂപയാണ് ഇവർക്ക് ബോണസ് ഷെയർ കിട്ടുന്നത്. അതായത് 8,000 ഷെയറാണ് ആർക്കുള്ളത്? ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അവർക്ക് 2 ഷെയറിന് പകരം 1 ഷെയർ. എത്രയാ? 4,000. 8,000 ഇൻറ്റു 1/2 എന്ന് പറയുമ്പം 4,000. അപ്പം 4,000 ഷെയർ 100 രൂപയ്ക്ക് 4 ലക്ഷം രൂപ അവർക്ക് ബോണസ് ഷെയർ ക്യാപിറ്റൽ കിട്ടും. അതും കൂടി എന്താണ്? നമ്മൾ ഗുഡ് വില്ലിനകത്ത് ഉൾപ്പെടുത്തണം. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് 4:1 എന്നുള്ളതാണ് റേഷ്യോ. 4/5 പോർഷൻ എന്താണ്? ഹോൾഡിംഗ് കമ്പനിക്കുള്ളതാണ്. സോ അതും ആഡ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളുടെ ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ എന്താണ്? ആ പേ ചെയ്ത വാല്യൂവിൽ നിന്നും
കുറച്ച് കഴിയുമ്പോൾ ഗുഡ് വില്ല് കിട്ടും. അഡീഷണലായിട്ട് ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ, ബോണസ് ഷെയറിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ പോർഷൻ നമ്മൾ ഈ ഗുഡ് വില്ലിനകത്ത് ഉൾപ്പെടുത്തി. സോ അത്രയും കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കേസിലും അത് തന്നെയാണ്. നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷനും റവന്യൂ പ്രോഫിറ്റിൻ്റെ പോർഷനും ആഡ് ചെയ്യണം. ഫേസ് വാല്യൂ 2000 ഷെയറാണ് അവർക്കുള്ളത്. മൊത്തം 8000 ഷെയർ ഹോൾഡിംഗ് കമ്പനിയും ബാക്കിയുള്ള 2000 ഷെയർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ആണ്. അപ്പോൾ ആ 2000 ഷെയർ 100 രൂപ എന്ന നിരക്കിൽ ആ 2000 ഷെയറിനെ ബോണസ് ഷെയർ ആയിട്ട് എത്രയാണ്, 2 ഷെയറിന് പകരം ഒരു ഷെയർ 2000 × 1/2 എന്ന് പറയുമ്പോൾ 1000, ആ ബോണസ് ഷെയറും കൂടെ ആഡ് ചെയ്തു. എക്സ്ട്രാ ഒന്നും ഇല്ല. സോ മ്യൂച്വൽ ഹോൾഡിങ്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. ഇതാണ് ഈ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടത്. സോ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ അഡീഷണൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. ദെൻ അതിനുശേഷം ഗുഡ് വില്ല് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതേ സമയം ക്യാപിറ്റൽ ലോസ് ആണെങ്കിലായിരുന്നു എന്താണ്, ഇവിടെ ഗുഡ് വില്ലല്ല പകരം ക്യാപിറ്റൽ ലോസ് ആയിരുന്നെങ്കിൽ എന്താണ്, ഈ പറയുന്ന കാര്യം ഫേസ് വാല്യൂവിൽ നിന്നും ബോണസ് ഷെയറിൻ്റെ പോർഷൻ ഫേസ് വാല്യൂവിൽ നിന്നും കുറച്ചിട്ട് ബാലൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇവിടെ എന്താണ്, ഗുഡ് വിൽ ആയതുകൊണ്ട് ഈ ഫേസ് വാല്യൂ എന്ന് പറയുന്ന 8 ലക്ഷം പ്ലസ് 4 ലക്ഷം പ്ലസ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷൻ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ തന്നെ ചെയ്തു. നമുക്ക് മറ്റൊരു തരത്തിൽ പ്രോബ്ലം വന്നാൽ നമുക്കതെങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. അപ്പം ഈ ബോണസ് ഷെയറും കൂടി എന്താണ് ഗുഡ് വില്ലിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ ബോണസ് ഷെയർ അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യണം. സോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അഡീഷണലായിട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ പഠിച്ചത്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അസറ്റിൻ്റെ റീവാലുവേഷൻ വരുന്നുണ്ട്, ഫിക്സഡ് അസറ്റിൻ്റെ റീവാലുവേഷൻ ലോസ് ആണ് വരുന്നത്. ലോസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 50,000 രൂപ കുറയ്ക്കുന്നു. ഞാൻ പറയാതെ പോയത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, അതുകൊണ്ടാണ് പറയാതിരുന്നത്. എക്സ്ട്രാ നമ്മൾ ഇതിനകത്ത് പഠിച്ച കാര്യങ്ങൾ മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ലോസ് ഓൺ ഫിക്സഡ് അസറ്റ് 50,000 രൂപയാണ് അണ്ടർ വാല്യൂ ചെയ്യുവാണ് ചെയ്തത് അല്ലേ. അപ്പോൾ 50,000 രൂപ എന്താണ് നമ്മൾ ലെസ് ചെയ്തു. ഡിപ്രിസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നമ്മൾ പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റിന് പകരം പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ്. ഇപ്പം റവന്യൂ പ്രോഫിറ്റിൽ ഡിഗ്രീസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഇവരുടെ നമ്പർ ഓഫ് ഷെയർ, ഹോൾഡിംഗ് കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യും. പിയുടെ വാല്യൂ നോക്കിക്കേ, നമുക്ക് നോക്കാം. ഹോൾഡിംഗ് കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റ് കണ്ടോ, ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനി റവന്യൂ പ്രോഫിറ്റ് ഏൺ ആഫ്റ്റർ, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഇത്രയുമാണ് അതിനകത്ത് വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോർഷൻ വായിച്ച് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബോണസ് ഷെയർ ഇനി റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇല്ലൂസ്ട്രേഷൻ 6ൽ നോക്കിക്കേ, എച്ച് ലിമിറ്റഡ് 20,000 ഷെയറാണ് എസ് ലിമിറ്റഡിൻ്റെ അക്വയർ ചെയ്തത്. റേഷ്യോ 4:1, അതായത് 5ൽ 4 പോർഷനാണ് ഇവർക്കുള്ളത്. ബാക്കി 1/5 പോർഷൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെയാണ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. സോ നമ്മളോട് എന്താണ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡീഷണൽ ഇൻഫോർമേഷനിൽ പറയുന്നുണ്ട് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. എസ് ലിമിറ്റഡ് ഹാഡ് ക്രെഡിറ്റ് ബാലൻസ് 5 lakh ഇൻ റിസർവ് ആൻഡ് 2 lakh ഇൻ സർപ്ലസ് അക്കൗണ്ട് ഓഫ് എച്ച് ലിമിറ്റഡ് അക്യൂർഡ് ഓൺ ദ ഷെയർ ഓഫ് എസ് ലിമിറ്റഡ്. അതായത് ഷെയർ അക്യൂർ ചെയ്യുന്ന സമയത്ത് അവരുടെ റിസർവും സർപ്ലസും എത്രയുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോണസ് ഷെയറിൻ്റെ കേസ് നോക്കിക്കേ എസ് ലിമിറ്റഡ് ഇഷ്യൂഡ് ബോണസ് ഷെയർ അറ്റ് 1 for every 5 ഷെയർ. 5 ഷെയറിന് പകരം 1 ഷെയർ എന്ന നിരക്കിൽ ബോണസ് ഷെയർ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റിൽ നിന്നുമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ പ്രോഫിറ്റിന് അഡീഷണലായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും വരുന്നില്ല. നമ്മൾ എങ്ങനെയാണോ നേരത്തെ ചെയ്തത് അതുപോലെ തന്നെ. റവന്യൂ പ്രോഫിറ്റിൻ്റെ കേസ് വരുമ്പം ഇവിടെ നോക്കിക്കേ, പ്രോഫിറ്റ് ഏൺ ആഫ്റ്റർ പർച്ചേസിങ് ഷെയർ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എത്രയാണ് ഇവരുടെ പ്രോഫിറ്റ് ഉള്ളത്, 1 ലക്ഷം രൂപയാണ് സർപ്ലസ് അക്കൗണ്ട് ഉള്ളത്. ആ 1 ലക്ഷം രൂപ കാണിച്ചു. ഈ 1 ലക്ഷം അല്ല, സോറി, എത്ര 10 ലക്ഷം രൂപയാണുള്ളത്. ഈ 10 ലക്ഷത്തിൽ 2 ലക്ഷം എന്ന് പറയുന്നത് റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷനാണ്. സോ ആ 2 ലക്ഷം കുറച്ചു. ഇനി റവന്യൂ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് എത്രയാണ് ഉള്ളത്, 8 ലക്ഷം. ഇവിടെ വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഇനി
ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നല്ല, ഇവിടെ റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്തത് ആ എമൗണ്ട് റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ലെസ് ചെയ്യണം. അപ്പോൾ എന്താണ് നോക്കിക്കേ, എത്രയാണ് ഷെയർ ക്യാപിറ്റൽ ഇവർക്ക് മൊത്തം ഉള്ളത്? 25 ലക്ഷം രൂപയാണ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അപ്പം 25 ലക്ഷമാണുള്ളത്. 5 ഷെയറിന് പകരം ഒരു ഷെയർ, അപ്പോൾ 25 ലക്ഷം ഇൻറ്റു 1/5, 5 ലക്ഷം രൂപയുടെ ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്. അപ്പം ഇവിടെ എന്താണ് മൊത്തം 5 ലക്ഷം രൂപ കുറച്ചു. ഇനി റവന്യൂ പ്രോഫിറ്റിൽ ബാക്കി 3 ലക്ഷമേ ഉള്ളൂ. ഈ 3 ലക്ഷം എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനും ഹോൾഡിംഗ് കമ്പനിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ നോക്കിക്കേ, നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 20,000 രൂപ ഷെയർ 30 ലക്ഷം രൂപയ്ക്കാണ് അവർ, അത് ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറയുന്നുണ്ട് നോക്കി, 20,000 ഷെയർ 30 ലക്ഷം രൂപയ്ക്കാണ് എച്ച് ലിമിറ്റഡ് അക്യൂർ ചെയ്തത്. ദെൻ അതിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ വരുവാണെങ്കിൽ 100 രൂപയുടെ ഷെയറാണ്, 20 ലക്ഷം രൂപ പേ ചെയ്താൽ മതി. ആ 20 ലക്ഷം കാണിച്ചു. ഇനി ഇവർക്ക് 4,000 രൂപ ബോണസ് ഷെയർ, 4,000 ബോണസ് ഷെയർ ആണ് കിട്ടിയത്. എക്സ്ട്രാ 4,000 ഷെയർ കിട്ടി. ആ 4,000 എന്ന് പറയുന്ന 4,000 ഷെയർ 20,000-ൻ്റെ 1/5 പോർഷനാണ്. കാരണം അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് 20,000 ഷെയർ ആണ്. ആ 20,000 ഷെയറിൽ 5 ഷെയറിന് പകരം ഒരു ഷെയർ എന്ന രീതിയിലാണ് കിട്ടുന്നത്. ആ 20 എങ്ങനെയാണ് 4,000 വന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അത് ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ആ 4 ലക്ഷവും ഇവിടെ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ബോണസ് ഷെയറും ഇവിടെ എന്താണ് ആഡ് ചെയ്യണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് 5,000 ഷെയർ ആണ് ഉണ്ടായിരുന്നത്. 5,000-ൻ്റെ 1/5 1000 ഷെയർ ആണ് അവർക്ക് ബോണസ് ഷെയർ ആയിട്ട് കിട്ടിയത്. അവർ 5,000 ഷെയർ ഹോൾഡ് ചെയ്തു. അപ്പോൾ 5 ഷെയറിന് വരും ഒരു ഷെയർ എന്ന് പറയുമ്പോൾ അവർക്ക് 1000 ഷെയർ ബോണസ് ആയിട്ട് കിട്ടി. അതും കൂടി ഇവിടെ ഉൾപ്പെടുത്തണം. എക്സ്ട്രാ വേറെ ഒരു കാര്യങ്ങളും വരുന്നില്ല. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ബോണസ് ഷെയറിൻ്റെ പോർഷൻ ലെസ് ചെയ്യുക. റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ബോണസ് ഷെയറിൻ്റെ പോർഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇനി അതിനകത്ത് എക്സ്ട്രാ എത്ര ഷെയർ ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടി എന്നുള്ളത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണെങ്കിലും റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണെങ്കിലും രണ്ട് കേസിലും എക്സ്ട്രാ ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടിയ ബോണസ് ഷെയർ അതെവിടെ ഉൾപ്പെടുത്തണം? ഗുഡ് വില്ലിൻ്റെ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ കമ്പ്യൂട്ടേഷൻ ഉൾപ്പെടുത്തുക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനിൽ അവർക്ക് എത്ര കിട്ടി ബോണസ് ഷെയർ അത് ഉൾപ്പെടുത്തുക. സോ ബോണസ് ഷെയറിൻ്റെ കമ്പ്യൂട്ടേഷൻ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമല്ല, സിമ്പിളാണ്. നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ കിട്ടാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്. ഈ 2 പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ബേസിൽ നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യാം. പ്രാക്ടിക്കൽ പ്രോബ്ലം 5 പ്രാക്ടിക്കൽ പ്രോബ്ലം 5 നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. പ്രാക്ടിക്കൽ പ്രോബ്ലം 5 ചെയ്യാം. ക്യാഷ് റെമിറ്റൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം വരുന്നുണ്ട്. ക്യാഷ് റെമിറ്റൻസ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ചെയ്ത ഇല്ലൂസ്ട്രേഷനകത്ത് നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡിവിഡൻഡിൻ്റെ കമ്പ്യൂട്ടേഷന് പറയുമ്പോഴാണ് ക്യാഷ് റെമിറ്റൻസ് വരുന്നത്. അപ്പോൾ ക്യാഷ് റെമിറ്റൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയുള്ള ആ പ്രോബ്ലത്തിൽ ക്യാഷ് റെമിറ്റൻസ് പ്രാക്ടിക്കൽ പ്രോബ്ലം വരുന്നുണ്ട്. സോ ഈ 2 പ്രോബ്ലം നിങ്ങൾ ഇല്ലൂസ്ട്രേഷൻസ് ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ ബോണസ് ഷെയറിൻ്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ ആ 2 പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഡൻഡിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സബ്സിഡറി കമ്പനി ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ ഒരു ഇല്ലൂസ്ട്രേഷൻസും കൂടെ നോക്കിയിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പം നിങ്ങൾ ആ 2 ഇല്ലൂസ്ട്രേഷൻസ് വീഡിയോ ക്ലാസ് കാണുക. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ഇല്ലൂസ്ട്രേഷൻസ് അതും ചെയ്യുക. ഓക്കെ, താങ്ക് യു.